ഓക്കെ. ഈ ഒരു 4-5 മഴയ്ക്ക് നമ്മുടെ നാട്ടിൽ മൊത്തം വെള്ളം കയറി. സംഭവം വേറെ ഒന്നുമല്ല കേട്ടാ. ഇവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ ബാക്കിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഹൈവേ പണി നടക്കുന്നുണ്ട്. മെയിൻ ഹൈവേ ഇപ്പോഴത്തെ ഈ പണിയിൽ ഇവർ കാന കോരെ ഈ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. അതായത് അവർ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് വെള്ളം കയറാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടാണ് പണികൾ ചെയ്യണത്, അവരെ പണികൾ നടക്കാനായിട്ട്. ഓക്കെ, വേനൽക്കാലത്ത് അവർ എന്ത് വേണം ചെയ്തോട്ടെ. മഴക്കാലം ആകുമ്പോൾ എന്തായാലും അവരെ പണി നടക്കില്ല. നമ്മൾ ഈ കുറച്ച് വീടുകളാണെങ്കിൽ വെള്ളത്തിലാവും ചെയ്യും. അപ്പം എത്രയും പെട്ടെന്ന് അത് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ വെള്ളങ്ങൾ പോകാനുള്ള കാര്യങ്ങൾ നോക്കണം. എന്നുവെച്ചാൽ ഒരു 4-5 മഴയ്ക്ക് ഈ ഇപ്പോൾ ഒരു ചവിട്ടുപടിയൊക്കെ വെള്ളമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണില്ലേ. ഇങ്ങനെ നാവാത്ത സ്ഥലമായിരുന്നു. ഇതിപ്പോൾ ഈ ഹൈവേ പണി നടന്നുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ 2000 വീണ്ടും കടന്നു വരും. ഗവൺമെൻറ്റിന് വീണ്ടും നഷ്ടം ഉണ്ടാവും, അത് ഉറപ്പാണ്. നാട്ടുകാരെല്ലാവരും കയറി ഇറങ്ങും. ഇത് എത്രയും പെട്ടെന്ന് ആ ഹൈവേരെ, അതായത് ഈ സ്ഥലം ഞാനിപ്പോൾ നിൽക്കണത് നമ്മുടെ 9-ാം വാർഡ് വാർഡൻപള്ളി പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ് നിൽക്കുന്നത്. അവിടുത്തെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ തന്നെ വീഡിയോ കാണും എങ്ങനെയുണ്ട് ഈ അവസ്ഥ. മുറ്റത്താണ് ഈ കാണുന്നത്, കണ്ട ഈ അവസ്ഥ കണ്ട, വെള്ളം കയറി. അതുപോലെ തന്നെ വീടിൻ്റെ സ്ഥലം നോക്കിയാൽ മൊത്തം വെള്ളം കയറിയിരിക്കുക. ഇനി ബാക്ക് കാണിച്ചു തരാട്ടാ. വീടിൻ്റെ ബാക്കിന് കണ്ട മൊത്തം വെള്ളം കയറിയിരിക്കുക ഈ ഭാഗം. ഇതാണ് സംഭവം. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. അല്ലേ, ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഹൈവേ നടക്കുന്നത്, ഹൈവേ പണി നടക്കുന്നത്. അപ്പോൾ ഈ വെള്ളങ്ങളൊക്കെ ആ വഴിന് പോവാറ്. ഇതിപ്പോൾ ഹൈവേ അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു വസ്തു പോകണില്ല. അപ്പം എത്രയും പെട്ടെന്ന് അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്യണതാണ്. അല്ലെങ്കിൽ നോക്കിയേ എന്താ വീടിൻ്റെ ബാക്കൊക്കെ നോക്കിയേ കണ്ടാ വെള്ളം കയറിയിട്ട്. ഇതേ സിറ്റുവേഷൻ ഒരു 5-8 വീടുകൾ ഇവിടെ, ഒരു 10-15 വീടുള്ളൂ, 5-8 അല്ല 10-15 വീടുള്ളൂ. ഇതൊക്കെ ഇപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്കാണ്. എത്രയും പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാനാണ്. അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം ഇറങ്ങും, അത് ഉറപ്പാണ്.